നമസ്കാരം. ഒക്ടോബർ 2 ഭാരതത്തിന്റെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ജന്മദിനം. കരംചന്ദ് ഗാന്ധിയുടെയും പുത്തലിഭായിയുടെയും ഇളയപുത്രനായി 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിൽ ജനിച്ചു. സത്യത്തിനും ധർമ്മത്തിനും വേണ്ടി ജീവിതകാലം മുഴുവൻ പോരാടിയ വ്യക്തിയാണ് ഗാന്ധിജി. ഒടുവിൽ രാജ്യത്തിനായി ജീവൻ അർപ്പിക്കുകയും ചെയ്തു. വിദേശികളുടെ ആധിപത്യത്തിൽ നിന്നും നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരാൻ വേണ്ടി സുദീർഘമായ സമരം നയിച്ച ധീരനായ ദേശാഭിമാനിയാണ് ഗാന്ധിജി. അഹിംസയിലൂന്നിയ സമരത്തിലാണ് അദ്ദേഹം നേതൃത്വം കൊടുത്തത്. ആയുധമെടുക്കാതെ പോരാടുക, സത്യവും ധർമ്മവും നീതിയും ഉയർത്തിപ്പിടിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ഗാന്ധിജിയുടെ കാഴ്ചപ്പാടിൽ സത്യവും അഹിംസയും ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. സത്യം ലക്ഷ്യവും അഹിംസ അതിലേക്കുള്ള മാർഗവുമാണ്. വ്യക്തിയും കുടുംബവും സമൂഹവും നന്നാകണം, എന്നാലേ രാജ്യം ഭദ്രമാകുകയുള്ളൂ എന്ന് അദ്ദേഹം പഠിപ്പിച്ചു. ഗ്രാമങ്ങളിലാണ് ഇന്ത്യയുടെ ആത്മാവ് എന്ന് പറഞ്ഞ അദ്ദേഹം ഗ്രാമീണ വികസനത്തിനായി ഒട്ടേറെ കാര്യങ്ങൾ മുന്നോട്ട് വെച്ചു. ജാതിമത വിവേചനങ്ങൾ മറന്ന് ഒരുമയോടെ ജീവിക്കാൻ പറഞ്ഞ അദ്ദേഹം വർഗീയ ലഹളകളുടെ കാലത്ത് നടത്തിയ സമാധാന ശ്രമങ്ങൾ ഇന്ത്യ ചരിത്രത്തിന്റെ തന്നെ ഭാഗമാണ്. മഹത്തായ ആത്മാവ് എന്നർത്ഥം വരുന്ന മഹാത്മാ, അച്ഛൻ എന്നർത്ഥം വരുന്ന ബാപ്പു എന്നീ നാമവിശേഷങ്ങൾ ജനഹൃദയത്തിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന സാന്നിധ്യം വ്യക്തമാക്കുന്നു. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്നത് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒരു വാക്യമാണ്. ഗാന്ധിജി നമ്മുടെ രാഷ്ട്രപിതാവായതിൽ അതിശയോക്തിയില്ല. അദ്ദേഹം തന്റെ ജീവിതത്തിലൂടെ വരച്ചുകാട്ടിയ സന്ദേശങ്ങൾ പ്രാവർത്തികമാക്കാൻ ഈ ദിനത്തിൽ നമുക്കും ശ്രമിക്കാം. നന്ദി. Respected headmistress, teachers and my dear friends, today I would like to share a few things about Gandhiji and cleanliness. Mahatma Gandhi said, "Sanitation is more important than independence." His dream was total sanitation for all. Cleanliness and sanitation were an integral part of Gandhian way of living. He also said, "I will not let anyone walk through my mind with their dirty feet." He laid emphasis on cleanliness and good habits. He pointed out close relationship between cleanliness and good health. According to him, no one should spit or clean his nose on the streets. Sometimes the spittle may be harmful and infect others. In certain countries, spitting on road is considered to be a criminal offense. So the people who spit on the roads have no consideration for others. Spittle, mucus from the nose should be covered with the earth. We consider cleanliness to be a very important for physical well-being and a healthy environment. He felt that it was a bearing on public and personal hygiene. We wanted everyone to learn about cleanliness, hygiene and sanitation, and also become aware of the various diseases caused due to poor hygienic conditions. According to him, habits cultivated at a young age become a part of one's personality. We wondered that besides certain habits like washing hands before meals, regular brushing of teeth and bathing, one should also cultivate the habit of keeping the public place clean. In this way, Mahatma Gandhi gave a lot of importance to cleanliness. On the Gandhian way, we include cleanliness to our life. In present days, Gandhiji, these thoughts was very meaningful. ഒക്ടോബർ 2 ഭാരതത്തിന്റെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ജന്മദിനം. ഈ ദിനം നാം എല്ലാ വർഷവും ഗാന്ധി ജയന്തിയായി ആഘോഷിക്കുന്നു. എന്താണ് ഗാന്ധി ജയന്തിയുടെ സന്ദേശം? എന്തിനാണ് നാം ഇന്ന് ഗാന്ധിജിയെ അനുസ്മരിക്കുന്നത്? പുസ്തകങ്ങളിൽ വായിച്ചും ക്ലാസ്സിൽ കേട്ടുമാണ് നമുക്ക് ഗാന്ധിജിയെ പരിചയം. ഗാന്ധി ജയന്തി ദിനത്തിൽ നാം ആ മഹാത്മാവിനെ കൂടുതലായി അറിയുന്നു. സത്യത്തിനും ധർമ്മത്തിനും വേണ്ടി ജീവിതകാലം മുഴുവൻ പോരാടിയ വ്യക്തിയാണ് ഗാന്ധിജി. ഒടുവിൽ രാജ്യത്തിനായി ജീവൻ അർപ്പിക്കുകയും ചെയ്തു. വിദേശികളുടെ ആധിപത്യത്തിൽ നിന്നും നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരാൻ വേണ്ടി സുദീർഘമായി സമരം നയിച്ച ധീരനായ ദേശാഭിമാനിയാണ് ഗാന്ധിജി. സമരങ്ങൾ അനവധി ലോകത്തിൽ നടന്നിട്ടുണ്ട്. ഒത്തിരി സമരനായകന്മാരുമുണ്ട്. എന്നാൽ ഗാന്ധിജി അതിൽ നിന്നെല്ലാം വ്യത്യസ്തനായിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും വ്യത്യസ്തമായിരുന്നു. കാരണം അക്രമരഹിതമായ സമരത്തിനാണ് അദ്ദേഹം രൂപം കൊടുത്തത്. ആയുധമെടുക്കാതെ പോരാടുക, സത്യവും ധർമ്മവും നീതിയുമൊക്കെ ഉയർത്തിപ്പിടിക്കുക. ഒടുവിൽ ആ പോരാട്ടം വിജയിച്ചു എന്ന് ലോകത്തിന് മുഴുവൻ ബോധ്യമായി.
ഗാന്ധിജി ചെറുപ്പം മുതൽ പാലിച്ചിരുന്ന സത്യവും ധർമ്മവുമൊക്കെ വളരും തോറും അദ്ദേഹത്തിൽ വർദ്ധിച്ചു വരികയാണ് ചെയ്തത്. എന്റെ സത്യാന്വേഷണ പരീക്ഷകൾ എന്ന പുസ്തകത്തിൽ ഗാന്ധിജിയുടെ ജീവിതത്തിലെ പല സംഭവങ്ങളെ പറ്റിയും പറയുന്നുണ്ട്. വ്യക്തിയും കുടുംബവും സമൂഹവും നന്നാകണം, എന്നാലേ രാജ്യം ഭദ്രമാകുകയുള്ളൂ എന്ന് അദ്ദേഹം പഠിപ്പിച്ചു. ഗ്രാമങ്ങളിലാണ് ഇന്ത്യയുടെ ആത്മാവെന്ന് പറഞ്ഞ അദ്ദേഹം ഗ്രാമീണ വികസനത്തിനായി ഒട്ടേറെ കാര്യങ്ങൾ മുന്നോട്ട് വെച്ചു. ഒരാൾ വിദ്യാഭ്യാസം നേടുന്നത് കൊണ്ട് അയാൾക്ക് സർവ്വവിധമായ വികസനവും വളർച്ചയും ഉണ്ടാകണമെന്ന് ഗാന്ധിജി ആഗ്രഹിച്ചിരുന്നു. അക്ഷരം പഠിച്ചവർ അക്ഷരം അറിയാത്തവരെ പഠിപ്പിക്കണമെന്നും ഗാന്ധിജി ആഹ്വാനം ചെയ്തു. ഇന്ത്യയുടെ ഒരു വലിയ ശാപമായ മദ്യപാനം കർശനമായി നിരോധിക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരാളാണ് നമ്മുടെ രാഷ്ട്രപിതാവ്. ഗാന്ധിജി ഒരിക്കലും അധികാരത്തിനു വേണ്ടി ശ്രമിച്ചിരുന്നില്ല. ഈശ്വരഭക്തിയും മനുഷ്യസ്നേഹവും അദ്ദേഹത്തെ സമ്മേളിച്ചിരുന്നു. ലളിതമായ ജീവിതവും ഉന്നതമായ ചിന്തയും അദ്ദേഹം പുലർത്തി പോന്നു. എന്റെ ജീവിതം തന്നെയാണ് എന്റെ സന്ദേശം എന്ന് പറയാൻ കഴിയുന്ന ആനഗംഭീർ ലോകത്തിലില്ല. എന്നാൽ ഗാന്ധിജിക്ക് അതിന് കഴിഞ്ഞു. അതാണ് അദ്ദേഹത്തിന്റെ മഹത്വം. ഗാന്ധിജി കാട്ടിത്തന്ന മാർഗത്തിലൂടെ നമുക്ക് മുന്നേറാം. ജയ് ഹിന്ദ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഒക്ടോബർ 2 ഐക്യരാഷ്ട്ര സംഘടന ഇന്നത്തെ ദിവസം അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ആചരിച്ചു പോരുന്നു. എന്നാൽ നമ്മൾ ഭാരതീയരെ സംബന്ധിച്ച് ഈ ദിവസം, ഈ സുദിനം 1869 ഒക്ടോബർ 2 ഈ ലോകത്തിന് തന്നെ ഒരു സംഭാവന എന്ന വണ്ണം ഒരു മഹത് വ്യക്തി ജനിച്ച ദിവസമാണ്. അതായത് പുരാണങ്ങളിൽ മാത്രം യുഗങ്ങൾ തോറും പിറക്കാറുള്ള അവതാരങ്ങളെ പോലെ നമ്മുടെ ഭാരതീയ മണ്ണിൽ ഗുജറാത്തിലെ പോർബന്ദർ പിറന്നു വീണ ആ മഹാവ്യക്തിത്വം, അതെ, മഹാത്മാഗാന്ധി. പ്രശസ്തനായ കവി മധുസൂദനൻ സാർ അദ്ദേഹത്തിന്റെ ഗാന്ധി എന്ന കവിതയിൽ പറയുന്നുണ്ട്, കനവായിരുന്നുവോ ഗാന്ധി, കഥയായിരുന്നുവോ ഗാന്ധി. അതെ, കാലം എത്ര കഴിഞ്ഞിട്ടും ഇങ്ങനെ ഒരു മഹാനുഭാവൻ നമ്മുടെ നാട്ടിൽ പിറന്നുവെന്ന്, ജീവിച്ചുവെന്ന്, പ്രവർത്തിച്ചുവെന്ന് വിശ്വസിക്കാൻ നമുക്ക് ഇനിയുമായിട്ടില്ല. ഒരു കനവ് പോലെയോ കഥ പോലെയോ ഓരോ ഭാരതീയന്റെയും ജീവിതത്തിലൂടെ കടന്നുപോയി സ്വന്തം ജീവിതം കൊണ്ട് ഒരു ജനതയെ മുഴുവൻ അത്ഭുതപ്പെടുത്തിയ ഒരു മഹാനുഭാവന്റെ ജീവിതം നമ്മുടെ ഇന്നത്തെ തലമുറയ്ക്ക് ഒരു വിസ്മയത്തോടെയോ ഒരു അത്ഭുതത്തോടെയോ അല്ലെങ്കിൽ ഒരു കഥ പോലെയോ മാത്രമേ ഓർത്തെടുക്കാൻ കഴിയൂ. ഒരുപക്ഷെ ഇനി ജനിക്കാനിരിക്കുന്ന തലമുറകൾ മഹാത്മാഗാന്ധി എന്ന പേര് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ആ ചരിത്രം അറിയുമ്പോൾ ഭൂമിയിൽ രക്തവും മാംസവുമുള്ള ഇങ്ങനെ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നോ എന്ന് ഒരുപക്ഷെ ഒരു കഥ പോലെ മാത്രമേ അവർക്ക് ഓർമ്മിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു ഇരുണ്ട യുഗത്തിൽ നിന്ന്, ഒരു നീരാളിപ്പിടുത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിന്റെ അമൃതത്തിലേക്ക് നയിച്ചു എന്നതിനപ്പുറം ജാതി വ്യവസ്ഥ, തൊട്ടുകൂടായ്മ തുടങ്ങിയ അനേകം നീറുന്ന പ്രശ്നങ്ങളിൽ മുഴുകിയിരുന്ന ഒരു ജനതയെ മഹാത്മാഗാന്ധി എന്ന വ്യക്തിത്വം എങ്ങനെ മാറ്റിയെടുത്തു എന്നത് ഒരു പാഠമാണ്. നമ്മൾ ഓരോരുത്തരും ഓർത്തിരിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട, പഠിച്ചിരിക്കേണ്ട, പ്രവർത്തിക്കേണ്ട പാഠം. ലളിതമായ ഒരു ജീവിതചര്യ കൊണ്ട് ലോകത്തിൽ തന്നെ മാതൃകയായ ഗാന്ധിജി രചിച്ച എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന ആത്മകഥ ഒരു പച്ചയായ ജീവിതാനുഭവങ്ങളുടെ ഒരു പ്രതിബദ്ധമായിട്ടാണ് നാം വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം സത്യവും അഹിംസയും ഒരു നാണയത്തിന്റെ 2 വശങ്ങളാണ്.
സത്യപ്രദമായിട്ടുള്ള ഒരു ലക്ഷ്യവും അഹിംസ ആ സത്യത്തിലേക്കുള്ള മാർഗവുമായിട്ടാണ് അദ്ദേഹം കണ്ടിരുന്നത്. സത്യം, ത്യാഗം, സ്നേഹം, സത്യസന്ധത എന്നിവയാണ് ഏറ്റവും പ്രകടനശേഷിയുള്ള ആയുധം. സത്യാഗ്രഹം എന്ന ഒരൊറ്റ വജ്രായുധത്തിന് മുന്നിലാണ് സൂര്യൻ അസ്തമിക്കാത്ത ഒരു വലിയ സാമ്രാജ്യം ആ ചെറിയ മനുഷ്യന് മുന്നിൽ മുട്ടുമടക്കിയത്. ഒരു തോക്കിനോ വെടിയുണ്ടാക്കിയോ മഹാത്മാഗാന്ധി എന്ന വ്യക്തിയെ ആ ശരീരത്തെ ഇല്ലാതാക്കാൻ കഴിഞ്ഞേക്കും. പക്ഷേ കർമ്മത്തിന്റെയും മോക്ഷത്തിന്റെയും ഒക്കെ ഉറവിടമായ ഗാന്ധിയെ ഇല്ലാതാക്കാൻ ഒരായുധത്തിനും ലോകത്ത് കഴിയില്ല. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് പറഞ്ഞ ആ മഹായുഗപുരുഷന്റെ വഴി നമുക്ക് പിന്തുടരാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്. Good morning to all. I am Jesna John, studying in Chendi. We know today is Gandhi Jayanti, the 115th birthday of Mahatma Gandhi. Due to his strong struggle and independence, Netaji Subhash Chandra Bose gave him the title the father of our nation. Sometimes we call him as Bapuji. Every year India celebrates Gandhi Jayanti on 2nd October to pay a tribute to him, who dedicates his life for Indian independence with his strong weapon non-violence. Not only in India, everywhere in the world celebrates this day as International Non-Violence Day. Gandhi Jayanti is celebrated to remember the Gandhian principles like peace, non-violence, etc. To inspire and educate the young generation to make the contribution of Gandhiji to make India an independent nation. He goes through a long struggle so that people can easily breathe in an independent nation. He was a devotee of truth and non-violence. In his honor, the UN Assemblies gave this day as the International Day of Non-Violence. It was declared in 2007, June 15. In India, Gandhi Jayanti is celebrated at Rajghat, New Delhi, and the President and the Prime Minister together gathered there to pay a tribute, offers the flowers to Gandhiji Samadhi. And his favorite song, Raghupati Raghav Raja Ram, is sung by all for him. Schools, colleges, government institutions, private institutions, organizations are closed by this holiday. The full name of Gandhiji was Mohandas Karamchand Gandhi, and he was born at Porbandar in Gujarat in 1869. He was a honesty and a truthful man. In 1888, he completed his law education and went to South Africa. After 24 years, he started peaceful civil disobedience or struggle. He came back to India and fight against the British rule. Because of he and some other rulers, India got independence. Gandhiji was a great ruler who prefers to khadi clothes. He only wears khadi clothes and he follows the tradition of India, not the British. He encouraged the people to make themselves faith and fight against their rights. He asked the people not to serve to British and fight against their freedom. So Gandhi was a great man. Due to his devotions and struggles, India became a free bird after 200 years of slavery. In Indian history, the famous freedom fighter Gandhi will be always remembered. His famous quote, "Truth and non-violence are my religion. Truth is my God and non-violence remains with me," will inspire me and a lot many more. So I am concluding my speech. Once again I am saying all you wishing a happy Gandhi Jayanti. Thank you. Jai Hind. നമസ്കാരം. ഭൂമിയിൽ രക്തവും മാംസവുമുള്ള ഇങ്ങനൊരാൾ ജീവിച്ചിരുന്നുവെന്ന് വരും തലമുറ വിശ്വസിച്ചേക്കില്ല. ആൽബർട്ട് ഐൻസ്റ്റീൻ മഹാത്മാഗാന്ധിയെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണിവ. അഖണ്ഡതയും ഭദ്രതയും മുറുകെ പിടിച്ച് ഒരു സ്വാതന്ത്ര്യ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി ഭാരതം ഇന്ന് തലയെടുപ്പോടെ നിലനിൽക്കുന്നു. 200 വർഷത്തെ അടിച്ചമർത്തലുകൾക്കൊടുവിൽ നമ്മൾ സ്വതന്ത്ര ഭാരതീയരായി മാറിയത് സത്യവും അഹിംസയും മാത്രം നിറഞ്ഞ ഒരു യാത്രയിലൂടെയാണ്. ആ യാത്രയിൽ നമ്മെ നയിച്ച പ്രകാശ ഗോപുരമാണ് മഹാത്മാഗാന്ധി. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി, അന്താരാഷ്ട്ര അഹിംസാ ദിനം. സ്വന്തം ജീവിതത്തെ സന്ദേശമാക്കുകയും മറുവശത്ത് ആ സന്ദേശത്തെ സ്വന്തം ജീവിതമാക്കുകയും ചെയ്ത അത്ഭുത പ്രതിഭാസമാണ് ഗാന്ധിജി.
ഒരർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ മരണം പോലും ഒരു വലിയ സന്ദേശമായിരുന്നു. ഈ വിധം ഗാന്ധിജി നൽകിയ സന്ദേശങ്ങളാണ് ലോകം പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നത്. സമാധാനത്തിന് വേണ്ടി, അനീതിക്കെതിരെ പോരാടാൻ, പരസ്പര സഹപ്രവർത്തനത്തോടെ ജീവിക്കാൻ, എന്തിനേറെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് പോലും പരിഹാരം കാണാൻ പോലും. 1916 ഫെബ്രുവരിയിൽ ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടന ചടങ്ങിലാണ് ഗാന്ധിജി ആദ്യമായി ഇന്ത്യയിലെ ഒരു പൊതു പരിപാടിയിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. പരിപാടിയിൽ പങ്കെടുത്ത മറ്റുള്ളവരെല്ലാം സർവകലാശാലയുടെ ഉദ്ഘാടനത്തെ സംബന്ധിച്ച് ഭംഗിയ വാക്കുകൾ മാത്രം കുറിച്ചപ്പോൾ ഗാന്ധി സംസാരിച്ചത് നിർധനരായ തൊഴിലാളി വർഗത്തിനു വേണ്ടിയാണ്. ധനികരായ പ്രഭുക്കന്മാരുടെ ഈ ചടങ്ങിലുള്ള സാന്നിധ്യവും ദശലക്ഷക്കണക്കിന് പാവപ്പെട്ടവരുടെ അസാന്നിധ്യവും തമ്മിലുള്ള അന്തരത്തിൽ അദ്ദേഹം ആശങ്ക പ്രകടിപ്പിച്ചു. ഗാന്ധിജി പറഞ്ഞു, നിങ്ങൾ അണിഞ്ഞിരിക്കുന്ന ആടയാഭരണങ്ങൾ സ്വയം പൊട്ടിച്ച് അവ നിങ്ങളുടെ സ്വദേശീയർക്കായി ചേർത്ത് വയ്ക്കും വരെ ഇന്ത്യക്ക് മോചനം ലഭിക്കില്ല. കർഷകരിൽ നിന്ന് അവരുടെ കഠിനാധ്വാനത്തിന്റെ ഗുണഫലത്തിന്റെ ഭൂരിഭാഗവും നമ്മൾ കൈക്കലാക്കാൻ മറ്റുള്ളവരെ അനുവദിക്കുകയോ ചെയ്യുകയാണെങ്കിൽ നമ്മളിൽ സ്വയംഭരണത്തിന്റെ വീര്യമുണ്ടാവുകയുമില്ല. നമ്മുടെ മോചനം കർഷകരിലൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ. ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് എന്ന് പറഞ്ഞ നേതാവ്, സമൂഹത്തിന്റെ താഴെത്തട്ടിലുള്ള ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി മാറിയ നേതാവ്, ഒരു കാലഘട്ടത്തിന്റെ സമ്പന്നരുടെയും പ്രഭുക്കന്മാരുടെയും സ്വകാര്യ സ്വത്തായ ഇന്ത്യയെ, ദേശീയ പ്രസ്ഥാനത്തെ എല്ലാ വിഭാഗം ഇന്ത്യക്കാരുടെയും സാമൂഹിക സ്വത്തായി മാറ്റിയ സാധാരണക്കാരന്റെ മുഖമുള്ള നേതാവ്, അതായത് നമ്മുടെ ഗാന്ധിജി. ചമ്പാരനിലും ഖേദയിലും ഗാന്ധിജി ഉയർത്തിപ്പിടിച്ചത് കാർഷിക മേഖലയുടെ കരുത്താണ്. അഹമ്മദാബാദിൽ അദ്ദേഹം പ്രാധാന്യം നൽകിയത് തൊഴിലിന്റെയും തൊഴിലാളികളുടെയും മൂല്യത്തിനാണ്. റൗലറ്റ് സത്യാഗ്രഹത്തിൽ അദ്ദേഹം മാധ്യമ സ്വാതന്ത്ര്യത്തിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും ഊന്നൽ നൽകിയപ്പോൾ നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ നിറഞ്ഞു നിന്നത് സ്വയംഭരണത്തിന്റെയും ലക്ഷ്യബോധമാണ്. ഖിലാഫത്ത് പ്രസ്ഥാനവും കൂടി കൂട്ടിച്ചേർത്തപ്പോൾ ഗാന്ധിജി ഇന്ത്യയെ പഠിപ്പിച്ചത് മതേതരത്വത്തിന്റെ പാഠങ്ങളാണ്. ബഹുസ്വരതയാണ് മാനവ സംസ്കാരത്തിന്റെ സ്ഥായി ഭാവമെന്നും തന്മൂലം വ്യത്യസ്ത മതവും സംസ്കാരവും വംശീയതയുമുള്ളവർ അനുരജ്ഞതയിൽ കഴിയണമെന്നും അദ്ദേഹം പറഞ്ഞു. മറ്റു ദേശീയ നേതാക്കൾ ഔപചാരിക വേഷങ്ങൾ ധരിച്ചപ്പോൾ ഒരു സാധാരണ ധോത്തിയോ അരവസ്ത്രമോ മാത്രം ധരിച്ചുകൊണ്ടാണ് ഗാന്ധിജി ജനങ്ങൾക്കിടയിൽ ഇറങ്ങിച്ചെന്നത്. അദ്ദേഹം തന്റെ വസ്ത്രത്തിലൂടെ ദരിദ്ര ജനവിഭാഗങ്ങളുടെ ജീവിതത്തെ പ്രതിനിധീകരിക്കുകയായിരുന്നു. അവരെ ലോകത്തിനു മുൻപിൽ പുനഃപ്രതിഷ്ഠിക്കുകയായിരുന്നു അദ്ദേഹം ചെയ്തത്. നിശ്ചിത സമയം അദ്ദേഹം ചർക്ക ഉപയോഗിക്കുവാൻ മാറ്റിവെച്ചു. ചർക്കയെ ഗാന്ധിജി തത്വദീക്ഷ ഇല്ലാത്ത നാഗരികതയ്ക്കും ബ്രിട്ടീഷ് അധികാരത്തിനും എതിരെയുള്ള പ്രതിരോധമായാണ് കണ്ടത്. ഗാന്ധിജിയുടെ ഉപ്പു സത്യാഗ്രഹവും നിസ്സഹകരണ പ്രസ്ഥാനവും മുന്നോട്ട് വെച്ചത് സ്വയം പര്യാപ്തതയുടെ കരുത്താണ്. ഒരിക്കൽ ഗാന്ധിജിയുടെ ശരീര പ്രകൃതത്തെ കളിയാക്കി എഴുതിയ അമേരിക്കയുടെ ടൈം മാഗസിൻ പിന്നീട് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് സെയിന്റ് എന്നും സ്റ്റേറ്റ്സ്മാൻ എന്നുമാണ്. ടൈം എഴുതി ക്രിസ്ത്യൻ രീതികളെ തന്നെ ക്രിസ്തീയ വിശ്വാസികളായ മനുഷ്യർക്കെതിരെ ആയുധമാക്കുകയായിരുന്നു ഗാന്ധിജി എന്ന്. ഇന്ത്യയിൽ ജനിച്ച് ലോകം മുഴുവൻ പ്രകാശം പരത്തിയ നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 151-ാം ജന്മദിനം ആഘോഷിക്കുകയാണ് രാജ്യം. അഹിംസ മുഖമുദ്രയാക്കി മാറ്റിയ മഹാത്മാഗാന്ധിയുടെ ജന്മദിനം ഐക്യരാഷ്ട്രസഭ അഹിംസാ ദിനമായാണ് ആചരിക്കുന്നത്, അന്താരാഷ്ട്ര അഹിംസാ ദിനമായി. ഇന്ന് ലോകമെമ്പാടും ഗാന്ധിയൻ തത്വങ്ങൾ അംഗീകരിക്കപ്പെടുന്നു എന്നതിന്റെ തെളിവാണ് ഗാന്ധി ജയന്തി ദിനം അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ഐക്യരാഷ്ട്രസഭ ആചരിക്കുന്നത് എന്നത്. നിർമ്മലമായ സ്നേഹത്താൽ നേടാനാവാത്തതായി ഒന്നുമില്ലെന്ന് നമ്മോട് വിളിച്ചു പറഞ്ഞ ബാപ്പുജിയുടെ ഈ ജന്മദിനത്തിൽ എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത് അദ്ദേഹത്തിന്റെ ഒരു വാചകമാണ്. ഗിരിനിരകളോളം പഴക്കമുള്ള സത്യവും അഹിംസയുമല്ലാതെ പുതുതായി ഒന്നും എനിക്ക് ലോകത്തെ പഠിപ്പിക്കാനില്ല എന്ന്. ലോകത്ത് നിലനിൽക്കുന്ന ഭൂരിഭാഗം പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം ഈ രണ്ട് ആശയങ്ങളാണ്: അഹിംസ, സത്യം. ഗാന്ധിജി നൽകിയ സന്ദേശങ്ങളിലാണ് ഇന്നും ലോകം പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നത്. വർണ്ണവിവേചനത്തിനെതിരായ പോരാട്ടത്തിൽ തങ്ങളുടെ വഴികാട്ടിയും മാതൃകയുമായി നെൽസൺ മണ്ടേലയും മാർട്ടിൻ ലൂതർ കിങ്ങും പരിഗണിച്ചത് നമ്മുടെ ഗാന്ധിജിയെ തന്നെയാണ്, നമ്മുടെ രാഷ്ട്രപിതാവിനെ. റോഹിംഗ്യൻ അഭയാർത്ഥി പ്രശ്നവും ആസാമിലെ പൗരത്വ പ്രശ്നവും ഡൽഹി കലാപങ്ങളുമൊക്കെ ഗാന്ധിജി ജീവിച്ചിരുന്നുവെങ്കിൽ എങ്ങനെയാവും പരിഹരിക്കുക എന്നത് ആലോചനാമൃതമാണ്. Remember that all through history there have been tyrants and murderers.
and for a time they were invincible, but in the end they always fall. Always. മഹാത്മാഗാന്ധിയുടെ വാക്കുകൾ. നന്ദി, നമസ്കാരം. ശ്രോതാക്കളെ, ഓരോ വീടും ഓരോ വിദ്യാലയമാണ്. മാതാപിതാക്കൾ അധ്യാപകര്. ഇത് ആരുടെ വാക്കുകളാണെന്ന് അറിയോ? നമ്മുടെ രാഷ്ട്രപിതാവായ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നറിയപ്പെടുന്ന ബാപ്പുജിയുടേതാ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ നേതാവും വഴികാട്ടിയുമായിരുന്നു. ബാപ്പുജിയെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവെന്നും അറിയപ്പെടുന്നു. ബാപ്പുജിയെ കുറിച്ച് എന്റെ എളിയ അറിവുകൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ. കരംചന്ദ് ഗാന്ധിയുടെ പുത്രിബായിയുടെ മകനായി 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിൽ ഗാന്ധിജി ജനനം കൊണ്ടു. കുട്ടിക്കാലം മുതൽ തന്നെ സത്യത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചിരുന്നു. സത്യം തന്റെ ഈശ്വരനാണെന്നും അഹിംസ അത് നേടിയെടുക്കാനുള്ള മാർഗമാണെന്നും അദ്ദേഹം പറയുന്നു. മഹാത്മാഗാന്ധിയുടെ പൈതൃകം നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടത് ഗാന്ധിജി വിഭാവനം ചെയ്ത സമത്വ സുന്ദരവും മതമൈത്രിയവും വികസന കാഴ്ചപ്പാട് നിറഞ്ഞ ഒരു ഇന്ത്യയെ സൃഷ്ടിച്ചുകൊണ്ടാണ്. നമുക്ക് ഗാന്ധിജിയോട് ചെയ്യാനുള്ള ഏറ്റവും വലിയ ശ്രദ്ധാഞ്ജലിയാണ് ഇത്. ശ്രീബുദ്ധന് ശേഷം ലോകം ഇതിനെ അടയാളപ്പെടുത്തുന്നത് മഹാത്മാഗാന്ധിയിലൂടെയാണ്. ലോകത്തിന്റെ ഏത് കോണിൽ ചെന്നാലും കാണാം ഗാന്ധിജിയുടെ പേരിൽ ഒരു മഹാവേദി, ഒരു പാർക്ക്, ഒരു പ്രതിമ. എന്നാൽ ഇവിടങ്ങളിലെല്ലാം അധ്വാനിക്കുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട, അടിച്ചമർത്തപ്പെട്ട ധാരാളം ജനവിഭാഗങ്ങൾക്കും പൗരാവകാശ പ്രവർത്തനങ്ങൾക്കും ഇന്നും അദ്ദേഹം ഒരു വഴികാട്ടിയാണ്. അഹിംസയിലും സ്നേഹത്തിലും ഊന്നിയ ഗാന്ധിജിയുടെ വിശ്വാസ പ്രമേയം നെൽസൺ മണ്ടേല, മാർട്ടിൻ ലൂതർ കിങ് തുടങ്ങിയ ധർമ്മനിഷ്ഠരായ നേതാക്കൾക്ക് തികച്ചും ഒരു വഴികാട്ടി തന്നെയായിരുന്നു. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് പറഞ്ഞ ഗാന്ധിജി തികച്ചും മാറ്റി നിരപേക്ഷകനായിരുന്നു എന്നതിന് തെളിവാണ് ഈ ലോകം. നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും ഈ ഗാന്ധിജി എന്ന ബിംബം ഈ ലോകത്ത് നിന്ന് മാഞ്ഞു പോകില്ല. എന്താണ് ഗാന്ധിജി, എന്തായിരുന്നു ഗാന്ധിജി എന്നതിന് ഈ ലോകം തന്നെയാണ് തെളിവ്. അവശ്യ പുരുഷന്റെ പ്രസക്തി എന്താണെന്ന് ഒരു രാജ്യം വിചാരിച്ചാൽ മാറ്റുവാൻ കഴിയുകയില്ലെന്ന് നമ്മൾ ഓരോരുത്തരും ഓർക്കണം. ഇന്ത്യയുടെ ഭാവി ഗാന്ധിജി കണ്ടത് നമ്മൾ വിദ്യാർത്ഥികളിലൂടെയാണ്. ഒരേ സമയം വിശ്വവിജയിയും ത്യാഗവീരനുമായിരുന്ന നേതാവാണ് ഗാന്ധിജി. ശസ്ത്രമെന്നെ ധർമ്മസങ്കടം നടത്തുന്നു, പുസ്തകമെന്നെ പുണ്യധ്യാപനം പുലർത്തുന്നു, ഔഷധമെന്നെ രോഗം ശമിപ്പിപ്പവൻ, ഹിംസാദോഷമെന്നെ യജ്ഞം ചെയ്തവന് യാചാര്യൻ. തന്റെ ഗുരുവായ ഗാന്ധിജിയെ കുറിച്ച് മഹാകവി വള്ളത്തോൾ വർണ്ണിച്ചതിങ്ങനെ: മഹാഗുരുവായിരുന്ന ഗാന്ധിജി ശസ്ത്രമെടുക്കാത്ത വിപ്ലവകാരിയും, പ്രകൃതിയെ പരിരക്ഷിക്കാൻ, മനസ്സിനെയും തെരുവിനെയും മാലിന്യങ്ങൾ തൂത്തെറിയാൻ, ഹിംസയെ ചിരികൊണ്ട് പ്രതിരോധിക്കാൻ, ധൂർത്തുക്കളെ ലാളിത്യമാക്കാൻ നമുക്കേവർക്കും ഗാന്ധി മാർഗം സ്വീകരിക്കാം. ഗാന്ധി മാർഗം വിജയിക്കട്ടെ. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്. മന്ദഹാസം പൊലിഞ്ഞു അന്ന് ഇന്ത്യ തന്നാത്മാവു തേങ്ങി. മന്ദഹാസം പൊലിഞ്ഞു അന്ന് ഇന്ത്യ തന്നാത്മാവു തേങ്ങി. ഇതിഹാസോജ്വലം ധന്യം ഇനി വരുമോ ഒരു ജന്മം. ഗാന്ധിജി എന്നൊരു പുണ്യം. മന്ദഹാസം പൊലിഞ്ഞു അന്ന് ഇന്ത്യ തന്നാത്മാവു തേങ്ങി. മാറിൽ നിന്നും ഒഴുകിപ്പടർന്നൊരാ ചോരയ്ക്ക്
കാലം ചരിത്രം സാക്ഷിയാ മാറിൽ നിന്നും ഒഴുകിപ്പടർന്നൊരാഴയ്ക്കുകാലം ചരിത്രം സാക്ഷി കരളിൻ്റെ നോവും കണ്ണുനീർ പൂക്കളും കാണിക്കയാർപ്പിച്ചു നിൽപ്പൂ നമ്രശിരസുമായി മുന്നിൽ നിൽപ്പൂ ആ മന്ദഹാസം പൊലിഞ്ഞു അന്ന് ഇന്ത്യ തന്നാത്മാവു തേങ്ങി പുല്ലിനെ പോലും പുളകമണിച്ച പുരുഷാന്തര മുക്ത നൈർമല്യമേ പുല്ലിനെ പോലും പുളകമണിച്ച പുരുഷാന്തര മുക്ത നൈർമല്യമേ പൂജാമന്ത്രം പോലെ ആവിരമമാനാമം നിത്യമീ ലോകം ജപിച്ചു നിൽപ്പൂ പ്രപഞ്ചം പ്രണമിച്ചു നിൽപ്പൂ ആ മന്ദഹാസം പൊലിഞ്ഞു അന്ന് ഇന്ത്യ തന്നാത്മാവു തേങ്ങി ഇതിഹാസോജ്വലം ധന്യം ഇനി വരുമോ ഒരു ജന്മം ഗാന്ധിജി എന്നൊരു പുണ്യം ആ മന്ദഹാസം പൊലിഞ്ഞു അന്ന് ഇന്ത്യ തന്നാത്മാവു തേങ്ങി. Song for Mahatma Gandhi. പട്ടക്കണ്ണട വച്ചിട്ട് വടിയും കുത്തി നടന്നിട്ട് നമുക്കു നാടിതു നേടിത്തന്നു നമ്മുടെ ഗാന്ധിയപ്പൂപ്പൻ. വട്ടക്കണ്ണട വച്ചിട്ട് വടിയും കുത്തി നടന്നിട്ട് നമുക്കു നാടിതു നേടിത്തന്നു നമ്മുടെ ഗാന്ധിയപ്പൂപ്പൻ. ഗാന്ധിയപ്പൂപ്പൻ ഗാന്ധിയപ്പൂപ്പൻ നല്ലതു മാത്രം ചെയ്യാനും നല്ലവരായി നടക്കാനും നമ്മോടോതുകയാണപ്പൂപ്പൻ നമ്മുടെ ഗാന്ധിയപ്പൂപ്പൻ. നല്ലതു മാത്രം ചെയ്യാനും നല്ലവരായി നടക്കാനും നമ്മോടോതുകയാണപ്പൂപ്പൻ നമ്മുടെ ഗാന്ധിയപ്പൂപ്പൻ. ഗാന്ധിയപ്പൂപ്പൻ ഗാന്ധിയപ്പൂപ്പൻ തൊഴുകൈയോടെ നമിക്കാനും തോക്കില്ലാതെ ജയിക്കാനും നമ്മെ പണ്ടു പഠിപ്പിച്ചല്ലോ നമ്മുടെ ഗാന്ധിയപ്പൂപ്പൻ. തൊഴുകൈയോടെ നമിക്കാനും തോക്കില്ലാതെ ജയിക്കാനും നമ്മെ പണ്ടു പഠിപ്പിച്ചല്ലോ നമ്മുടെ ഗാന്ധിയപ്പൂപ്പൻ. ഗാന്ധിയപ്പൂപ്പൻ ഗാന്ധിയപ്പൂപ്പൻ വട്ടക്കണ്ണട വച്ചിട്ട് വടിയും കുത്തി നടന്നിട്ട് നമുക്കു നാടിതു നേടിത്തന്നു നമ്മുടെ ഗാന്ധിയപ്പൂപ്പൻ. ഗാന്ധിയപ്പൂപ്പൻ ഗാന്ധിയപ്പൂപ്പൻ നല്ലതു മാത്രം ചെയ്യാനും നല്ലവരായി നടക്കാനും നമ്മോടോതുകയാണപ്പൂപ്പൻ നമ്മുടെ ഗാന്ധിയപ്പൂപ്പൻ. ഗാന്ധിയപ്പൂപ്പൻ ഗാന്ധിയപ്പൂപ്പൻ തൊഴുകൈയോടെ നമിക്കാനും തോക്കില്ലാതെ ജയിക്കാനും നമ്മെ പണ്ടു പഠിപ്പിച്ചല്ലോ നമ്മുടെ ഗാന്ധിയപ്പൂപ്പൻ.
1, 2, 3, 4.